ഹലോ, എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതാ കണ്ട ചാവക്കാട് കടപ്പുറ കേട്ടോ. അപ്പോൾ അവിടെ ഒരു 5 മണി ആവാറായിട്ട് നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മീനും വരുന്ന ബോട്ടുകൾ വരുന്ന സമയമാണ്. അപ്പം മീൻ വാങ്ങണം, ഞണ്ട് കിട്ടിക്ക് വാങ്ങണം, അതിനായിട്ട് വന്നേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ കടലിൻ്റെ അടുത്ത് എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചായ കടി കഴിക്കാനും കയറിയിട്ടാണ്. അപ്പോൾ പഴംപൊരിയും മുട്ട ബജിയാണ് വാങ്ങിയത്. എല്ലാവരും ഇരുന്ന് ചായ കുടിക്കട്ടെ അവിടെ കടപ്പുറത്ത് തന്നെ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ നല്ല ശക്തിയായ തിരമാലകളാട്ടോ കണ്ടോ, നല്ല കട്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. കുട്ടികളുള്ള കാരണം ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയില്ല അങ്ങനെ കേട്ടോ. ചിലവരൊക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ നല്ല ശക്തിയിലാണ്. നല്ല കാറ്റുമൊക്കെ ഉള്ള കാരണേ നല്ല മാതിരി തിരമാലകളും കൂടുതലാണ്. അത് കാരണം അങ്ങോട്ട് ഇറങ്ങില്ല ആരും. ഇങ്ങനെ കടപ്പുറത്ത് കൂടെ നടക്കാട്ടോ. അപ്പോൾ ഉണ്ട് അവിടെ കുതിരയുടെ പുറത്തുള്ള സവാരി, അതിന് 100 രൂപ. പിന്നെ ബൈക്കിൻ്റെ റേസിങ്ങിൻ്റെ ഉണ്ട്. ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ പൈനാപ്പിൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ കയറി. അപ്പോൾ അച്ഛനും മരുമകനും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനും മകളും കൂടിയിട്ട് അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങാൻ കയറിയിട്ടോ. അപ്പോൾ മകൾക്ക് ആതിരയ്ക്ക് പൈനാപ്പിൾ വേണം, അനുമോൾക്ക് മാങ്ങ വേണം. അപ്പോൾ 2 തരമായിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങിപ്പോയിട്ടോ. വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് ആ മുളകോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ കുറച്ച് വണ്ടിക്കാരുണ്ട് അവിടെ പരിസരത്ത് തന്നെ, ഇങ്ങനത്തെ കച്ചവടക്കാർ. പിന്നെ കപ്പലണ്ടി സാധനങ്ങൾ, ഐസ്ക്രീം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ആദ്യത്തിലൊക്കെ പുരോഗമനം. ആദ്യമൊക്കെ കുറച്ച് കൊല്ലം മുന്നേ പോയുള്ളതാണ് ഞാൻ. ഇപ്പോഴൊക്കെ നല്ല പുരോഗമനങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു. പിന്നെ ബോട്ടിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതിങ്ങനെ തിരമാലകൾ അടിക്കാൻ അത് കാണാനൊക്കെ നല്ല ചന്തണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ ആദ്യം ഇത് വാങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാൻ വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ അടുത്തത് കുട്ടികൾ 2 കയറിയിട്ടാണ്. മകളുടെ കുട്ടികൾ ചെറിയൊരു 2 കുതിരപ്പുറത്ത് കയറിയിട്ട് ഇതേ സവാരി നടത്താം. ഒരു റൗണ്ട് ചെയ്യുന്നുള്ളൂ, ഒരു റൗണ്ട് അവർ നടത്തുള്ളൂ കേട്ടോ. കണ്ട അവർ നല്ല ഒരു പേടിയിലാണ്ട് കയറിയിരിക്കുന്നുണ്ട്. കണ്ട ഇപ്പോഴൊക്കെ 2 അയാളൊപ്പം അങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. കുതിര വേറെ പ്രശ്നമൊന്നുമില്ല. കുതിര നല്ല ഗ്ലാസ് കൊടുത്തുള്ള കുതിരയാന്ന് തോന്നുന്നുണ്ട്. കാരണം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കറക്റ്റായി നടക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റൗണ്ട് അടിച്ച് വന്നവർ. ഇപ്പം അതിൻ്റെ മുകളിൽ ഇരുന്ന് പോസ് ചെയ്യുക 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുതിരയുടെ മുകളിൽ ഇരുന്നിട്ട് കണ്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്തത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുക്ക് നടക്കാട്ടോ. അപ്പോൾ അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് ബസ്സിൽ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയതിൻ്റെ ശേഷം അവിടെ ബോട്ടിങ്ങിന് ആളുകൾ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് നന്നായി ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടാണ് നമ്മൾ. അപ്പോൾ കണ്ടില്ലേ, തിരമാല വരുമ്പോൾ ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ മറയണ പോലെ അങ്ങനെ വളഞ്ഞ് പൊന്തുണ്ട് കേട്ടോ. അപ്പോൾ പേടിയോ നമുക്ക് കയറാനൊക്കെ. ചിലവരൊക്കെ ധൈര്യമുള്ളവർ കയറി കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ എടുക്കണ കയറണമെങ്കിൽ. പക്ഷേ ടിക്കറ്റ് എടുത്താലും കയറാൻ ധൈര്യമുള്ളവർക്ക് കയറാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ തിരമാല നല്ല ശക്തിയായിട്ടുള്ള കാരണേ ഈ ഫ്ലോട്ടിങ് ഫ്രിഡ്ജ് നല്ല പൊന്തി ഇങ്ങനെ വീഴണ പോലെയൊക്കെ തോന്നും നമുക്ക്. കണ്ട തിരമാല വരുമ്പോൾ പൊന്തണമൊക്കെ അത് റബ്ബർ പൊന്തണ പോലെ പൊന്തുണ്ട്. അത് കാരണം പേടിച്ചിട്ട് ഞങ്ങളൊന്നും കയറിയില്ല കേട്ടോ. എനിക്ക് നല്ല പേടി തോന്നിയത് കാണുമ്പോൾ തന്നെ. കണ്ട അതിൻ്റെ മുകളിൽ കൂടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോയിട്ടാണ് കേട്ടോ ബോട്ടിങ്. അതിൽ കണ്ട ആളുകൾ കണ്ട അവിടെ ബോട്ടിങ്ങിൻ്റെ ബോട്ട് നിൽക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത് കേട്ടോ ബോട്ടിങ്ങിന് പോണവരൊക്കെ.
അപ്പോൾ അതിൽ പോകുന്നുണ്ട് ധൈര്യമുള്ളവരൊക്കെ. സ്പീഡ് ബോട്ടാണേ, മറ്റേ സാധാരണ വലിയ ബോട്ടല്ല, സ്പീഡ് ബോട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ കാണുന്നുണ്ട്. ബോട്ടിങ് വേണ്ടി ബോട്ടിങ് പോണത് കാണാണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ ഇനി മീൻ മേടിക്കാൻ ഇനി തിരിച്ചു. അപ്പം മീൻ ബോട്ടുകളൊക്കെ അവിടെ കയറ്റിയിട്ട് മീനുകളൊക്കെ ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ. ലേലം വിളിയും ഇതൊക്കെ കയറ്റി. അപ്പോൾ മീൻ നല്ല ഫ്രഷ് മീൻ ഐസിനകത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി വെക്കണം കേട്ടോ. അപ്പോൾ ഞണ്ടാണ് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വരാത്ത മീൻ അധികം. അപ്പോൾ അയിലൊക്കെ തോന കാണാനുള്ളത്. ആ ഭാഗത്തൊന്നും അയില ഈ ഞണ്ടിനെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ അയില മേടിക്കാതെ വലിയ ചെമ്മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ഐസിനകത്ത് നല്ല ചെമ്മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞണ്ടിനെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കണം. അപ്പോൾ അവർ ഇത് വാങ്ങിയൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞണ്ട് കൂടിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഞണ്ടുള്ള ഭാഗത്ത് എത്തിപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വാങ്ങാനായിട്ട് ഞങ്ങൾ നിൽക്കണം വില ചോദിച്ചിട്ട്. അപ്പോൾ ചിലർ 200 പറഞ്ഞിട്ട് ഇത്തിരി ചെറിയ ചണ്ടിന് 200 പറയുന്നുണ്ട്, മറ്റേന് 360 പറയുന്നുണ്ട് വലുതിന്. കണ്ടപ്പോൾ മീനുകളൊക്കെ നോക്കിയൊക്കെ അതിൻ്റെ വായ കൂടെ വേറെ മീനെ വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. വലിയ മീനിൻ്റെ വായയിൽ നോക്കിയൊക്കെ മീൻ അങ്ങനെ വായയിൽ ഇരിക്കുന്നുണ്ടോ. ചെറിയ മീനുകളെ തിന്നിട്ട് അങ്ങനെ നല്ല വലിയ നല്ല സൈസ് മീനുകളൊക്കെ ഇട്ടിട്ട് കടപ്പുറത്ത് ഐസിടാത്ത നല്ല ദിവസങ്ങൾ പഴക്കമില്ലാത്ത അപ്പാപ്പ പിടിച്ച് കയറുന്ന മീനുകളത് കിട്ടും. അങ്ങനെ നല്ല മീൻ കിട്ടണമെങ്കിൽ അങ്ങനെ കടപ്പുറത്ത് പോയാൽ നമുക്ക് നല്ല ടേസ്റ്റിലുള്ള കറി കഴിക്കാൻ പറ്റും. ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ അപ്പാപ്പ കിട്ടുന്ന കടപ്പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടത് ഐസൊന്നും ഇല്ലാത്ത മീനല്ലേ. കുറേ തരം മീനുകളുണ്ട് കേട്ടോ. മാന്തള്, അയില, ചൂര എല്ലാം ഉണ്ട്. മാന്തള് ഇനി കുറച്ചുകൂടി സന്ധ്യ ആയി കഴിഞ്ഞാൽ കുറേ മീനുകൾ ബോട്ടുകൾ കയറും, കുറേ മീനുകൾ വരും. പിന്നെ വാങ്ങാനുള്ളവരൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാലാവും നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ബോട്ടുകൾ ഇങ്ങനെ കയറി വരുന്നുള്ളൂ. അപ്പോൾ അധികം മീനുകൾ ഇപ്പം ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ നല്ല കുറേ മീനുകളും ഉണ്ടാവും. വിലയും കുറയും കേട്ടോ അതിൽ. ഇതിപ്പോൾ കുറച്ച് മീനായി കാരണം അവർ കൂടുതൽ വില പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞണ്ട് മേടിക്കുന്നിടത്ത് എത്തിയാൽ ഞണ്ട് വാങ്ങാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഒരു കിലോന് വലിപ്പമുള്ള ഞണ്ടട്ടോ അത്. ഇതിനാണ് 360 പറയുന്നത്. അപ്പോൾ അത് 1 കിലോനും 200 ഉണ്ടായിരുന്നു. അത് വാങ്ങി ഞങ്ങൾ. പിന്നെ വേറെ 2 കിലോ ഇതിൽ ചെറുപ്പമുള്ള ഞണ്ടും വാങ്ങിയിട്ടോ. അങ്ങനെ 3-3.5 കിലോ ഞണ്ടിൻ്റെ അടുത്ത് ഞങ്ങൾ വാങ്ങി വരാൻ പോകണുള്ളൂ കേട്ടോ. വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാളായിട്ട് പേശന് കുറച്ച് വില കുറച്ച് തരുമെന്ന് ചോദിക്കുക. അപ്പോൾ നല്ല ഫ്രഷായ കാരണം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ബലത്തിലേക്ക് കിട്ടിട്ടാ. നമ്മുടെ ഇവിടെയൊക്കെ വല്ലപ്പോഴും മീൻ വരണതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ അമർന്ന് പോണ സൈസ് 2-3 ദിവസമായ മീനുകളൊക്കെ നമുക്ക് കിട്ടുക. ഞങ്ങളുടെ വീടൊക്കെ ഇവിടെ മുള്ളൂർക്കര വടക്കാഞ്ചേരിയിലല്ലേ. അപ്പോൾ എൻ്റെ വീടൊക്കെ കാഞ്ഞാണി കടച്ചാടാട്ടോ. അവിടെയൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ലതുപോലെ നല്ല ഫ്രഷ് മീനുകൾ കിട്ടും. ഇവിടെ കിട്ടുന്ന മീനുകളൊക്കെ ഭയങ്കര പഴക്കമുള്ളതും ടേസ്റ്റ് ഇല്ല കാരണം കറിക്ക്. അപ്പോൾ ഇതിങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് കഴിച്ച് നമ്മൾ ആദ്യം കഴിച്ചുള്ള പരിചയത്തിന് നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ കാണുമ്പോൾ വാങ്ങണം കേട്ടോ. ഇതുപോലെ ഞങ്ങൾ വാടാനപ്പള്ളി ഭാഗത്ത് കടപ്പുറത്തേക്ക് പോകാറുണ്ട്. ഇങ്ങനെ അവിടുന്ന് മീനൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാവക്കാടും ഗുരുവായൂരും മകളോടൊക്കെ പോയപ്പോൾ അവിടുന്ന് ചാവക്കാട്ടേക്ക് പോയത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഞണ്ട് വാങ്ങി പൈസ കൊടുത്ത് തിരിച്ച് പോരുകയാണ്. ചാവക്കാട് കടപ്പുറത്ത് പോയപ്പോൾ ഞങ്ങൾ 2 കിലോ ഞണ്ട് വാങ്ങി. പിന്നെ അസ്തമയം കണ്ടു മടങ്ങാട്ടെ. ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഞണ്ടാ. നല്ല അത് ഉണ്ട്. മറ്റേത് കുഞ്ഞു ഞണ്ടാളാണ്. പക്ഷെ സംഭവം സൂപ്പറാണ്. പക്ഷെ കുറച്ച് കിട്ടുള്ളൂ ആക്കി കഴിഞ്ഞാൽ. രണ്ടൊക്കെ പൊളിച്ചധികം ഉണ്ടാവില്ല. നല്ല റോസ്റ്റ് ചെയ്യാനും കറി വെക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഇവിടെ നിന്നിട്ട് ഞാൻ കൊതി. ഇവര് ഇന്നെ പോകാൻ വിടും. അപ്പോൾ ഈ കൊതിയൊക്കെ ഇവരെ വല്ലപ്പോഴും വരുന്നവരാണ് ഇവര്. ഞങ്ങൾ അതിഥികൾ അവരുടെ നിന്ന് വാങ്ങുന്നത് ശരിയല്ല. പിന്നെ എന്തെങ്കിലും ഇത് റോസ്റ്റ് ചെയ്യണം. മസാലക്കറി നാളത്തെ സുജാസ് കിച്ചണിൽ ആദ്യം അത് എല്ലാവർക്കും നേരാക്കാൻ അറിയില്ല. അപ്പോൾ അത് വരുന്നുണ്ടല്ലോ നേരാക്കുന്ന വീഡിയോ. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ, കറി വെക്കുന്ന വീഡിയോ രണ്ടും ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്നത് കറി വെക്കുന്നത് വേറെ ചെയ്യാലോ. അപ്പൊ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇഷ്ടമായില്ലേ? ഞണ്ടൊക്കെ ബാക്കിൽ ഇട്ടേക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ കടപ്പുറത്തൊന്ന് കൂടെ പോയാണ് നേരെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. അമ്മയും അച്ഛനെ കൂടെ അവസാനിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടെ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.